ക്യാഷ് പട്ടേലിനെതിരെയും KP ജോർജിന് എതിരെയും ഒഹായോയിൽ വിവേക് രാമസ്വാമിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് നമ്മളെ അലോസരപ്പെടുത്താറുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഈ ആരോപണങ്ങൾക്ക് പലതിനും കഴമ്പുണ്ടാവില്ല. പ്രധാനമായും ഇവർ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ആരോപണങ്ങൾക്കെല്ലാം കാരണം, പ്രധാനമായിട്ടുള്ള കാരണം. ഇന്ത്യക്കാരല്ലാതെ ഒരു വൈറ്റ് അമേരിക്കൻ അല്ലെ ഒരു ബ്ലാക്ക് അമേരിക്കൻ ആയിരുന്നെങ്കിൽ ഈ രീതിയിൽ ഇതേ കാര്യങ്ങൾക്ക് ഒരു ആരോപണവും ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പം പിന്നെ KP ജോർജിൻ്റെ കാര്യം തന്നെ നമുക്കറിയാവുന്നതാണ്. 46,000 രൂപ എന്തോ ഈ ക്യാമ്പയിൻ ഫണ്ടിലുള്ള കാശ് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ പൈസയാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ആ പണം തിരിച്ച് അടയ്ക്കാൻ പറഞ്ഞാൽ മതിയാവുന്ന കാര്യമാണ്. അല്ലാതെ ഒരു കുറ്റകൃത്യം അവിടെ നടന്നു എന്ന് നമുക്ക് പറയാനാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചകഞ്ഞെടുത്ത് ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇപ്പം കാഷ് പട്ടേൽ അധികാരമേറ്റ അന്ന് മുതൽ ഇപ്പം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുണർത്തുന്ന ഒരു സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ ആ സ്ഥാനത്തെത്തുമെന്ന് നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അഭിമാനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാർക്കെതിരെ ആക്ഷേപം ഉയരുമ്പോഴൊക്കെ അവരെ ഡിഫെൻഡ് ചെയ്യുന്നതിന് നമ്മൾ മുന്നിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ കാഷ് പട്ടേൽ സ്ഥാനമേറ്റ ഉടൻ തന്നെ അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചാരണവും നമ്മൾ കാണുന്നുണ്ട്. പല ഈ മാഗ പത്രങ്ങളിൽ പോലും ന്യൂയോർക്ക് പോസ്റ്റിൽ പോലും ഈ പട്ടേലിനെതിരെയുള്ള പല ആർട്ടിക്കിൾസും കാണുകയുണ്ടായി. കാരണം അദ്ദേഹത്തെ അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് ആർക്കും കഴിയുന്നില്ല. ഒരു ഇന്ത്യക്കാരൻ അത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത്. കാര്യം അദ്ദേഹത്തെക്കാൾ വലിയ സ്ഥാനത്ത് ഉള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും നേരിട്ടുള്ള അധികാരം പട്ടേലിനാണുള്ളത് ഈ FBI തലവനെന്ന നിലയിൽ. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടുള്ള ആരോപണങ്ങളെല്ലാം പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ദി അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞ മാഗസീനിലാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടൊക്കെ ചെയ്യുന്ന പാർട്ടികളാണ്. അപ്പോൾ അത് പറയുന്നത് ഈ അദ്ദേഹത്തിനെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതിനെതിരെ ഈ പട്ടേലും അതുപോലെ FBI ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനനഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹത്തെ പുറത്താക്കാനായിട്ടുള്ള ആലോചനകൾ നടക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിൻ്റെ അമിത മദ്യപാനമാണ്. കൂടുതൽ സമയങ്ങളിലും വാഷിങ്ടണിലും ലാസ് വേഗസിലും ഒക്കെയുള്ള ബാറുകളിൽ പോയിരുന്ന് അമിതമായിട്ട് മദ്യപിച്ച് കഴിഞ്ഞങ്ങ് ബോധം കെട്ട് കഴിയുമ്പം പിന്നെ ഈ FBI കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ചോദിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാനോ എന്നാൽ അദ്ദേഹത്തെ കിട്ടത്തില്ല. ഒരു തവണ ഇദ്ദേഹത്തിൻ്റെ മുറി അതിക്രമിച്ച് മുറി ബലമായി തുറന്ന് കയറേണ്ടി വന്നു. അദ്ദേഹത്തെ ഉണർത്തേണ്ടി വന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത്. ഇദ്ദേഹം ഒരു സെക്യൂരിറ്റി പ്രോബ്ലമാണ്. ഈ FBI നടപടികളൊന്നും ശരിയായ രീതിയിൽ നടക്കുന്നില്ല. ഇങ്ങനെ പോകുന്ന ഒരുപാട് ആരോപണങ്ങൾ. അതിന് പുറമെ അദ്ദേഹത്തിനെതിരെ പേഴ്സണലായിട്ടുള്ള മറ്റാരോപണങ്ങളുണ്ട്. ഈ FBI വിമാനമെടുത്ത് അദ്ദേഹത്തിൻ്റെ കാമുകിയെ കാണാനായിട്ട് നോർത്ത് കരോലിനയിലേക്ക് പോകുന്നു. അത് ശരിയായ കാര്യമല്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന് സാധാരണ വിമാനത്തിൽ പോകരുതെന്നാണ് പ്രോട്ടോക്കോള്. അപ്പോൾ ഏതെങ്കിലും ഒരു വിമാനത്തിൽ പോകണമല്ലോ. അപ്പോൾ അത് വലിയ മോശമാണെന്ന് പറഞ്ഞൊരു ഇന്ത്യക്കാർ തന്നെ മുമ്പ് വീഡിയോ ചെയ്ത് നമ്മളും അതിനെപ്പറ്റി വീഡിയോ ചെയ്യുകയുണ്ടായി. ഈ അംബാനിയൊക്കെ പോകുന്ന അവരുടെ അപ്പനുണ്ടാക്കിയ കാശ് കൊണ്ടാണ് വിമാനം എടുത്തത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഈ തരത്തിൽ വന്നതുകൊണ്ട് ഒരു വിമാനമൊക്കെ എടുത്ത് പോകാനുള്ള ആ കഴിവ് കെൽപ്പ് നേടിയെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുന്നതിന് പകരം അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയായിരുന്നാലും ഇതെല്ലാം പച്ച നുണയാണ്. ഈ റിപ്പോർട്ട് കുറേ കാലമായിട്ട് വാഷിങ്ടൺ DC ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റെടുക്കാനായിട്ട് ആരും ഒരു റിപ്പോർട്ടറും തയ്യാറായിരുന്നില്ല. പക്ഷേ ദി അറ്റ്ലാന്റിക്കിലെ ജെസ്സി ഫിറ്റ്സ്പാട്രിക് എന്ന് പറഞ്ഞ ഒരു വനിതാ റിപ്പോർട്ടറാണ്. അവരാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ ആരെയും ആട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ആരും പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളുള്ളതായിട്ടോ ഒന്നും പറയുന്നില്ല. ഇതെല്ലാം ആരെങ്കിലുമൊക്കെ ഈ പട്ടേലിനോട് വിരോധമുള്ള ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകേൾവി അടിസ്ഥാനമാക്കി ചെയ്തിരിക്കുന്നതാണ്. ഇതിനൊന്നും ഒരു രേഖയോ അല്ലെങ്കിൽ സാക്ഷികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളില്ല. ഇത് വ്യക്തിഹത്യയും ഈ ആളെ താഴെയിറക്കാൻ വേണ്ടിയിട്ട് കൊച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, ഡീഫമേഷനാണ്. അതുകൊണ്ട് ഉടൻ തന്നെ ഇപ്പം തന്നെ ഏതായാലും വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ കോടതിയിലേക്ക് പോവുകയാണ്, കോടതിയിൽ ചെക്ക് ബുക്കും കൊണ്ട് വരിക, നഷ്ടപരിഹാരം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഇതുപോലെ ചില റിപ്പോർട്ടുകൾ, അത്ര വലിയ റിപ്പോർട്ടുകളൊന്നുമല്ല, ഞാൻ ഈ ഇംഗ്ലീഷ് പത്രം ഇന്ത്യ എബ്രോഡിൽ എഴുതുന്ന കാലത്ത് ഇതുപോലുള്ള ചില കേസുകളിൽ ഡീഫമേഷൻ, അതായത് കേസുകൾ നേരിടുകയും ചില ഭീഷണികൾ വക്കീൽ നോട്ടീസും മറ്റും വരികയും ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ അങ്ങ് ശരിപ്പെടുത്തി കഴിയും, നമ്മൾ വ്യക്തമായ കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എഴുതുന്നത്. എന്നാൽ കൂടി നമുക്കെന്തോ ദുരുദ്ദേശമുള്ള രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുക, അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ
ഈ പട്ടേൽ ഒരു പൊതുപ്രവർത്തകനാണ്, പൊതുരംഗത്തുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കുറ്റങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ അധികാരവും മാധ്യമങ്ങൾക്കുണ്ട്, ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത്. കാരണം നമ്മളറിയണ്ടേ, ജനങ്ങളറിയണ്ടേ ഇങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ പിന്നെ നേതൃസ്ഥാനത്തിരിക്കുന്നതെന്ന്. അപ്പോൾ അത് ഇദ്ദേഹത്തോടുള്ളൊരു വിരോധം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള ഒരു ദുരുദ്ദേശം കൊണ്ടോ ആണ് റിപ്പോർട്ടെങ്കിൽ അത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാവുന്ന ഒരു വകുപ്പാണ്. അപ്പം ഒരു പൊതുപ്രവർത്തകനെതിരെ എഴുതുമ്പോൾ അതിൽ ദുരുദ്ദേശമുണ്ടെന്ന് തെളിയിക്കണം. അതാണ് ഇപ്പോഴത്തെ നിയമം. ഈ ദുരുദ്ദേശം കൊണ്ട്, എന്തെങ്കിലും ഒരു ദുരുദ്ദേശം കൊണ്ട് പട്ടേലിനെ താഴെ ഇറക്കാനോ അല്ലെങ്കിൽ പട്ടേലിനോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയോ ഒക്കെ ചെയ്തുവെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാം. അതല്ലാതെ ഈ മാനനഷ്ട കേസ് ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകർക്കെതിരെ കൊടുക്കുക വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. പിന്നെ അത് വിജയിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്തായാലും ഇതിൻ്റെ സത്യാസത്യം നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ കാഷ് പട്ടേൽ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർക്കെതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുന്നുമുണ്ട്. പക്ഷേ അതേസമയം തന്നെ റിപ്പോർട്ടർ പറയുന്നത് അവരുടെ റിപ്പോർട്ടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതണമെങ്കിൽ അങ്ങനെ വെറുതെ ഒരു റിപ്പോർട്ട് എഴുതുകയില്ലല്ലോ. അതുപോലുള്ള ഫാക്ട് ചെക്കിങ്ങും ഡബിൾ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് എഡിറ്റോറിയൽ ബോർഡും എഡിറ്ററും എല്ലാം ഓക്കെ ചെയ്തിട്ട് വേണം ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവങ്ങൾ കാണാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് തെറ്റുകളുണ്ടെങ്കിൽ ഇപ്പോൾ മദ്യപാനത്തെ പറ്റിയൊക്കെ പറയുന്നത് അത് നമുക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇങ്ങനെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അമിതമായിട്ട് മദ്യപിച്ച് ബോധം കെട്ട് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ അതും ശരിയല്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം പ്രത്യേകിച്ച് ഇന്ത്യക്കാരാകുമ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ മറ്റുള്ളവർ ഒരു മൈൽ ഓടിയാൽ വിജയിക്കുന്ന ഒരു ഓട്ട മത്സരത്തിൽ നമ്മൾ ഇന്ത്യക്കാരാകുമ്പോൾ 1.5 മൈൽ ഓടണം. അപ്പോൾ കാഷ് പട്ടേൽ അല്ലെങ്കിൽ KP ജോർജ് കുറച്ചുകൂടി ഉയർന്ന മാനദണ്ഡം പുലർത്തണം. അതെപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ എതിരാളികൾക്ക് ഒരവസരവും നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പിന്തുണ കാഷ് പട്ടേലിന് തന്നെ. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നത് ശരിയല്ല, അദ്ദേഹത്തിനെതിരെയുള്ള നീക്കങ്ങൾ ശരിയല്ല. അതേസമയം തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. കേസ് എനിക്കറിഞ്ഞുകൂടാ, കേസിൻ്റെ ന്യായവും അന്യായവും, കേസ് ഏത് രീതിയിൽ വരുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല.